പ്രൊഫസർ കെ.വി. തോമസിന് 80 വയസ്സ് തികയുകയാണ്. കോൺഗ്രസ് നേതാവായിരുന്ന അദ്ദേഹം കേന്ദ്ര സംസ്ഥാന മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. രാഷ്ട്രീയം മാറി ഇടതുപാളയത്തിലെത്തിയപ്പോൾ ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി. കോൺഗ്രസിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളുടെ ഒരറ്റത്ത് തോമസ് മാഷും ഉണ്ടാകുമായിരുന്നു. രാഷ്ട്രീയം കഴിഞ്ഞാൽ മാഷിന് ഇഷ്ടം വീട്ടിലെ വളർത്തുപക്ഷികളും പട്ടിക്കുട്ടിയും ചെടിത്തോട്ടവും ഒക്കെയാണ്. കൊച്ചിയിൽ നിന്നും ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ.വി. തോമസ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയം മാത്രമല്ല ഇവിടെ ചർച്ചയാണ്. ഇവിടെ കാണാനുള്ള കാഴ്ചകളും മാഷിന്റെ പുതിയ കൂട്ടുകാർ, പുതിയതെന്ന് പറയാൻ കഴിയില്ല, കുറച്ച് നാളുകളായിട്ടുള്ള കൂട്ടുകാരുടെ ഒരു ഇടമാണിത്. അത് നോക്കുക, പ്രൊഫസർ കെ.വി. തോമസ് അദ്ദേഹത്തിന്റെ ചങ്ങാതി കൂട്ടങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഇത്തരം പക്ഷികളുണ്ട്, ചെറിയ മൃഗങ്ങൾ, ഇതെല്ലാം ആയുള്ള ഒരു ഇടമായിട്ടാണ്. ഇടയ്ക്ക് കിട്ടുമ്പോഴുള്ളൊരു സമയമൊക്കെ അദ്ദേഹം ഇവിടെ ചെലവഴിക്കും. ഇവിടെ വന്നിരിക്കും. ഇവിടെ വന്നിരുന്നാൽ മാഷ് ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ പറന്ന് കയ്യിലെല്ലാം വന്നിരിക്കുന്ന പക്ഷികളാണ്. മാഷ് ഇത് കുറെ നാളായോ ഈ ഒരു വിനോദമൊക്കെ തുടങ്ങി? 9 വർഷമായി. ഇത് ഇതുങ്ങളെ കൊണ്ടുവന്നത് പെട്ടതാണ് ഇതൊക്കെ. ഇത് ഒരു ബ്രസീലിയൻ ബേർഡ്സ് ആണ്. നന്നായിട്ട് നേരത്തെ ഇരിക്കണ്ടാവും. നമ്മുടെ കൂടെ കിടക്കും. ആകെയുള്ളത് ഈ പിന്നെ ഫാൻ പാടില്ല. ഫാനിന്റെ ഇപ്പോ നമ്മുടെ ക്യാമറമാന്റെ തലയിലാണ് ഇരിക്കുന്നത്. ഏതായാലും ഇത് എങ്ങനെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്? കുഞ്ഞുങ്ങള് പൊടി പോലുള്ള സമയത്താണ് ഒരു പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ വലിയ ഇടക്കമാണ്. രാഷ്ട്രീയത്തിന്റെയൊക്കെ കുറച്ച് സമാധാനം ഇവിടെ വന്നിരിക്കുമ്പോഴേക്കും. പിന്നെ അതുമാത്രം ഞങ്ങൾക്ക് നല്ല ഓർക്കിഡ് കളക്ഷൻ ഉണ്ട്, വാട്ടർ ലില്ലി ഉണ്ട്, ഒത്തിരി ചെടികളുണ്ട്. ഞാനീ പോകുന്ന സ്ഥലത്ത് പരിപാടിക്ക് ഞാനുണ്ട്. എന്റെ വൈഫുള്ള കാലത്ത് വൈഫ് നോക്കുമായിരുന്നു, മകള് നോക്കും. അങ്ങനെ എല്ലാവരും കൂടിയാണ് ചേർന്ന് പരിപാലിക്കുന്ന ഒരു ഇടമാണ്. അതെ, ഈ കൂടെല്ലാം ഇതിനുവേണ്ടി പ്രത്യേകം നിർമ്മിച്ചത്. പ്രത്യേകിച്ച് നമ്മൾ ഇതിന്റെ എക്സ്പെൻസിനൊക്കെ ഇപ്പോ വളരെ കൃത്യമായിട്ട് ചെടിയും ഞങ്ങൾക്ക് നല്ലൊരു കളക്ഷൻ ക്ലൈംബേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇതെല്ലാം ക്ലൈംബറാണ്. അതിപ്പോ ഇതിന്റെ മുകളിലേക്ക് കയറ്റുക. നമ്മളിവിടെ വരുമ്പോഴേക്കും എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാല് ഇതെല്ലാം വളരെ പച്ചപ്പ്. ഇപ്പൊ തന്നെ ഇതൊക്കെ റയർ വെറൈറ്റിയാണ്. ഈ വാട്ടർ ലില്ലി. അല്ല, നേരത്തെ മാഷി സജീവ കോൺഗ്രസ് രാഷ്ട്രീയം വിടുമ്പോ വന്ന് ചോദിച്ചിരുന്നൊരു കാര്യമാണ്, മുഴുവൻ താമരയാണല്ലോ വിരിയാൻ തയ്യാറായിട്ടുള്ള. അത് പ്രത്യേക ഇതെല്ലാം നല്ല വെറൈറ്റിയാണ്. ഇപ്പൊ എവിടെ പോയാലും ഞങ്ങള് പുതിയ വെറൈറ്റി കാണുമ്പോൾ വാങ്ങിക്കും. പിന്നെ എന്റെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും തരും. പിന്നെ ഓർക്കിഡ്സിന്റെ ഒരു നല്ല കളക്ഷൻ ഉണ്ട്. അവിടേക്ക് വന്നാൽ അതെ, മുഴുവനായിട്ടും ചെടികളും. ഇതൊരു റെയറാണ്, മഞ്ഞ, വളരെ റെയർ കളക്ഷനാണ്. ഇതെല്ലാം സമയം കണ്ടെത്തി. ഞാൻ 4:30 എഴുന്നേക്കണ ആളാ. അച്ഛന്മാര് എനിക്ക് നല്ല ഏറ്റവും വലിയ സംഭാവന ജീവിത ശൈലിയാണ്. 4:30 എഴുന്നേക്കും, പ്രാർത്ഥനയും പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞ് ഒരു 6-7 മണിയാകുമ്പോൾ തുടങ്ങും. അതുപോലെ ഇത് ഈ മീനുകൾ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. മീൻ വീട്ടുകാർ മൊത്തം എല്ലാവരും കൂടി നടക്കില്ല അല്ലേ? ചെറുകളുടെ എന്റെ വൈഫുള്ള കാലത്ത് വൈഫാണ് നോക്കുന്നത്. അല്ല, ഇതിന്റെ ഒപ്പം ചിലവഴിക്കുന്ന സമയമൊക്കെ അതെ, നമുക്ക് ഒരു സന്തോഷമുള്ള കാര്യമില്ലേ. ഇത് സ്പെഷ്യൽ ഓർക്കിഡാണ്, വെള്ള പ്രത്യേക ഓർക്കിഡാണ്. അതുപോലെ ഞങ്ങളുടെ ഈ മീന്, ഇത് നമ്മൾ എന്നെ കാണുമ്പോൾ ഹലോ അവറിയോ ഒത്തിരി നാളായോ ഇത് വന്നിട്ടൊരു 2 മാസമായിട്ട് ഇവര് കണ്ടുവരും. ഇതൊക്കെയാണുള്ള സമയം. ഇതിനകത്ത് മീൻ കഴിഞ്ഞോണ്ട് ഞങ്ങളുടെ കുറച്ച് മീൻ ചത്തുപോയി. ഈ അസുഖം വന്നാൽ പെട്ടെന്ന് ചത്തുപോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഇതെല്ലാം ചെയ്യും. വീട്ടിലേക്ക് മടങ്ങുക, തിരക്കിൽ നിന്നെല്ലാം മടങ്ങുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ നിന്ന് വന്നുകൊണ്ട് പിന്നെ ഞാൻ ഒരു മീൻ പിടിക്കുന്ന ആളാണ്. കുമ്പളങ്ങി പോയി ചൂണ്ടയിടും. മാഷ് നേരത്തെ ആ സ്മരണകളൊക്കെ എഴുതുമ്പോഴേക്കും എപ്പോഴും കരിമീനും എല്ലാം തന്നെ പിന്നെ തിരുത്തോമാന്ന് പറയുമ്പോൾ ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഞാൻ
തിരികെ പിടിക്കുന്ന ആളാണ്, വീശുന്ന ആളാണ്. ഇടയ്ക്ക് രാഷ്ട്രീയത്തിൽ ഈ ഇടയ്ക്കെല്ലാം തന്നെ അത്തരം പരാമർശങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അതിന് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, ഞാൻ ആ മത്സ്യത്തൊഴിലാളിയാണെന്ന് പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം മീൻ പിടിക്കുന്നയാളാണ്, മീൻ ആസ്വദിച്ച് കഴിക്കുന്നയാളുമാണ്. ഞങ്ങളുടെ കുമ്പളങ്ങി ജീവിതമുണ്ടല്ലോ വൈകുന്നേരത്ത്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മീൻ പിടിക്കും, വൈകുന്നേരം ആകുമ്പോൾ വലിയ കള്ള് മേടിക്കും, എല്ലാവരും കൂടി കള്ള് കുടിക്കും. അതൊക്കെ രസമല്ലേ. സത്യത്തിൽ ഈ ഡൽഹിയിലുള്ള സുഹൃത്തുക്കളൊക്കെ നമ്മളുടെ മീൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടോ? പിന്നെ കൊടുത്തിട്ടുണ്ട്, ആർക്കും കൊടുക്കും. അത് ഡൽഹിയിലുള്ള പത്രക്കാർക്ക് അറിയാമല്ലോ. അവിടെ ഓണക്കാലം വരുമ്പോൾ എന്റെ അന്ന് വലിയ പറമ്പാണ്, 4 ഏക്കർ സ്ഥലമാണ് എന്റെ മുൻപിൽ. അവിടെ ഉണ്ടാകുന്ന പച്ചക്കറി എല്ലാം കൊടുക്കും. ഇവിടെ നിന്നുള്ള ഉണക്കച്ചെമ്മീൻ ഇവിടെ കണ്ട കൊടുക്കും. അത് നമ്മൾ ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ. എന്തായാലും രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന് വലിയ തിരക്കുകൾ ഉള്ള ഒരു കാലം, ആ സമയത്ത് അത്രയും ഇതെല്ലാം തന്നെ പരിപാലിച്ച് സന്തോഷത്തോടെ അദ്ദേഹം പോകുന്നു. ഇപ്പോഴും പറയുന്നത് ഇവിടേക്ക് മടങ്ങിയെത്ത ഇതിനെല്ലാം പരിപാലിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സമയം അവിടെ നിന്നാണ് തനിക്ക് കുറെ കൂടി ഒരു ഊർജ്ജം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നതെല്ലാം പറയുന്നു. രസികത്വം നിറഞ്ഞ പല കുറിപ്പുകളും എല്ലാം തന്നെ നമ്മൾ ആ ഒരു ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായി കാണാറുമുണ്ട്. ഏതായാലും ഇതും കൂടിയാണ് പ്രൊഫസർ കെ.വി. തോമസ് എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നു. ക്യാമറമാൻ കെ.പി. ദാനേഷിനൊപ്പം പ്രൊഫസർ കെ.വി. തോമസിന്റെ വസിക്കുന്ന ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.